ഹലോ ടൈറ്റൻസ്, ഞാൻ റിയ, മുംബൈയിൽ നിന്ന് വന്ന ഒരു സയന്റിസ്റ്റ്. ഏതൊരു സയന്റിസ്റ്റിനും ഒരു കർത്തവ്യമാണ് ഉള്ളതെന്ന് അറിയാലോ. അത് മറ്റൊന്നുമല്ല, എക്സ്പെരിമെന്റ് ചെയ്യുക തന്നെ. ഉദാഹരണത്തിന് ഇത്. ഫെയിൽഡ് എക്സ്പെരിമെന്റ് 108. ഇങ്ങനെയാണ് ഒരു സയന്റിസ്റ്റിന്റെ ജീവിതത്തിലെ യഥാർത്ഥ പഠനവും തുടങ്ങുന്നത്. പരാജയത്തിന് ശേഷവും തളരാത്ത ഒരു മനസ്സുണ്ടാവുന്നത്. അതായത് ഞാൻ നമ്മുടെ നാടൻ ഇൻഗ്രീഡിയൻസ് സയൻസ് ടെക്നോളജിയുമായി ചേർത്ത് നിർത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ലാബുകാർ പറഞ്ഞു ഇത് ഒരിക്കലും ഇന്ത്യൻ ക്ലൈമറ്റിൽ വർക്കാവില്ലെന്ന്. കെമിസ്റ്റുകാർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നാടൻ എന്ന് പറഞ്ഞാൽ അത്ര സോഫിസ്റ്റിക്കേറ്റഡ് അല്ല എന്നാണ്. അങ്ങനെ ഓരോ തവണയും എന്റെ ഈ ബാച്ചുകൾ ഫെയിൽ ആവുമ്പോ എല്ലാവരും അവരവരുടെ സ്റ്റൈലിൽ എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കുമായിരുന്നു. അതായത് മോളെ, നിന്നെ കൊണ്ട് ഇതൊന്നും നടക്കുന്ന സംഭവമല്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇതെന്തായാലും ഞാൻ ചെയ്ത് കാണിച്ചിരിക്കും. അങ്ങനെ ഞാൻ എന്റെ പരാജയങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം എനിക്ക് എന്റെ സക്സസ് കിട്ടി. അതാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. മുത്തശ്ശിമാരുടെയും മുതുമുത്തശ്ശിമാരുടെയും കൈപുണ്യങ്ങളും എന്റെ പ്രൊപ്രൈറ്ററീസിന്റെ ബയോടെക് ടെക്നോളജിയിലും വികസിപ്പിച്ച ഒരു വിശിഷ്ടമായ സ്കിൻ കെയർ റേഞ്ച്. ഇത് നിങ്ങളുടെ സ്കിന്നിന്റെ അകത്ത് മാത്രമല്ല പുറത്തുമല്ല, മറിച്ച് മൊത്തത്തിൽ എല്ലാ ലെയേഴ്സിനെയും നറിഷ് ചെയ്യുന്നു. മാർക്കറ്റിൽ ലഭിക്കുന്ന നാച്ചുറൽ, ഹെർബൽ, സയന്റിഫിക്, ക്ലിനിക്കൽ ബ്രാൻഡ്സിൽ നിന്നും ഇത് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അത് മനസ്സിലാക്കി തരാൻ ഞാൻ 3 പോയിന്റ്സേ പറയുന്നുള്ളൂ. ആദ്യത്തേത്, നമ്മൾ ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിന്റെ പ്രകൃതിയാ ഉള്ള സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. കുങ്കുമപ്പൂ വരുന്നത് കാശ്മീരിൽ നിന്നാണെങ്കിൽ മഞ്ഞൾ വരുന്നത് സാംഗ്ലിയിൽ നിന്നാണ്. അത് നിങ്ങൾക്ക് അതിന്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ എല്ലാ ഇൻഗ്രീഡിയൻസും പ്രോബയോട്ടിക്സുമായി സംയോജിപ്പിച്ച് ബയോ ഫെർമെന്റേഷൻ വഴിയാണ് കടത്തിവിടുന്നത്. എന്ന് വെച്ചാ ഏത് നാട്ടിലാണോ തൈര്, കഞ്ഞി, ഇഡ്ലി ഇതിന്റെയൊക്കെ ബെനിഫിറ്റ്സ് എല്ലാ വീട്ടിലും അറിയുന്നത്, അവിടെയൊക്കെ ഞാൻ ഈ ഫെർമെന്റേഷന്റെ എന്ത് ബെനിഫിറ്റിനെ പറ്റിയാണ് പറയേണ്ടത്. ഇനി മൂന്നാമത്തേത്, ഈ പോഷനെ സർവ്വഗുണ സമ്പന്നമാക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നത് സ്കിൻ ആക്റ്റീവ്സ്, അതായത് നിയാസിനമൈഡ്, വിറ്റാമിൻ സി. അത് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഒരു കുറവും വരാതിരിക്കാനാണ്. ടൈറ്റൻസ്, ഈ പോഷൻ വെറും ഒരു ബിസിനസ് മാത്രമല്ല, ഒരു ശ്രമം കൂടിയാണ്. നമ്മുടെ ആയുർവേദ ജ്ഞാനത്തെ സയൻസുമായി മിക്സ് ചെയ്ത് കൂടുതൽ പ്രയോജനപ്രദമാക്കാൻ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് 1 കോടി രൂപ 5% എക്വിറ്റിക്ക്. എന്റെ ഈ സ്വപ്നം നറിഷ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഈ അവതരണം തുടങ്ങിയ രീതി ഉണ്ടല്ലോ, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഫെയിൽഡ് എക്സ്പെരിമെന്റ് കാണിച്ചുകൊണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എത്ര ഫെയിൽഡ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൗണ്ട് ഒന്നും കയ്യിൽ വെച്ചിട്ടില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് 50 ഉണ്ടാവും. ഈ ഫെയിൽഡ് എക്സ്പെരിമെന്റിൽ തന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത് എന്താ? ഓണസ്റ്റ്ലി ചിലപ്പോക്കെ എനിക്ക് വലിയ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. വെരി നൈസ്. ഈ ഒരു ഐഡിയയുടെ തുടക്കം എവിടുന്നാണ്? അതോ, ഞാൻ എന്റെ എഡ്യൂക്കേഷൻ തുടങ്ങിയ സമയത്ത് ബയോളജി പഠിക്കാൻ യുപെനിൽ പോയിരുന്നു. പിന്നെ പാരീസിൽ കോസ്മെറ്റിക് സയൻസിൽ മാസ്റ്റേഴ്സ് ചെയ്തിരുന്നു. പിന്നെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് വിങ്ങിൽ ഞാൻ ലോറിയലിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ ഞാൻ എന്താ കണ്ടെന്ന് വെച്ചാൽ അവർ ഇന്നോവേഷന് നല്ല എംഫസിസ് കൊടുക്കുന്നുണ്ട്, ആൻഡ് R&Dക്കും. പിന്നെ അവിടെ വെച്ച് ജേർണൽ ആർട്ടിക്കിൾ റിസർച്ച് ഒക്കെ വായിച്ചിട്ട് 2022-23 മാക്സിമം റിസർച്ച് നടന്നിരുന്നു സ്കിൻ മൈക്രോബയോമിനെ കുറിച്ച്. അന്ന് അതെനിക്ക് വളരെ ഇന്നോവേറ്റീവായി തോന്നി. കാരണം ഫെർമെന്റേഷനിൽ ഇന്ത്യൻ സയൻസും ഉണ്ട്, പിന്നെ ബയോളജിയുടെ ഭാഗത്ത് നോക്കുമ്പോഴും വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ പോഷൻ തുടങ്ങാമെന്നൊരു ഐഡിയ വന്നത്. ഇതിൽ നിങ്ങളുടെ മുത്തശ്ശിയുടെയും മുതുമുത്തശ്ശിയുടെ ഒക്കെ എന്ത് കൈപുണ്യം ഉപയോഗിച്ചിരിക്കുന്നത്? ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മഞ്ഞൾ, കേസർ, നെല്ലിക്ക, ആലോവേര എന്നിങ്ങനെ കാർണോമാർ ഉപയോഗിക്കുന്ന പലതും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കഴിക്കുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് കഴിക്കും? ഈ പോഷൻ നിങ്ങളുടെ അകത്തെയും പുറത്തെയും ശുദ്ധിക്ക് വേണ്ടി. ഇത് സ്കിന്നിന്റെ ഒരു അടുക്കളയാണ്.